നമസ്കാരം, ഞാൻ അഷ്റഫ്. സാഗ് ന്യൂസിന്റെ ബിസിനസ് പങ്ക്തിയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ട്രാൻസ് ടെലികോം എന്ന സ്ഥാപനം നടത്തുന്ന ശ്രീ പി ഉണ്ണികൃഷ്ണനെയാണ്. EPA BX ആൻഡ് ടെലികോം സൊല്യൂഷൻസ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് ഹോം ഓട്ടോമേഷൻ, CCTV സർവൈലൻസ് ആൻഡ് ഹോം സെക്യൂരിറ്റി സൊല്യൂഷൻസിൽ പ്രാഗൽഭ്യം തെളിയിച്ച ശ്രീ പി ഉണ്ണികൃഷ്ണന് ഈ പങ്ക്തിയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഈ ഒരു ബിസിനസ്സിലേക്ക് താങ്കൾ വരുന്നതിനുള്ളൊരു ഒരു ട്രിഗറിങ് ഫാക്ടർ എന്താണ് എന്നൊക്കെ ഡെഫിനറ്റ്ലി നമ്മളെല്ലാം ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് പല കമ്പനികളിലോ ഒരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്തിട്ടായിരിക്കും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമ്മൾ ഡിസൈഡ് ചെയ്യും വൈ കാൺ ബി ഹാവ് അവർ ഓൺ ബിസിനസ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ അതിനുള്ള ഒരു തക്കതായ ഒരു കാരണം ഉണ്ടാവുമല്ലോ, അത് എന്താണ് താങ്കൾക്ക് ഇതിനുള്ള ഒരു ട്രിഗറിങ് ഫാക്ടർ ആയിട്ട് വന്നത്? തീർച്ചയായിട്ടും സ്വന്തമായിട്ട് തുടങ്ങാന്നുള്ളത് എനിക്ക് ചെറുതിലെ മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് എന്നെ ഒരു നെസസിറ്റിയാണ് എന്നെ അതിലെത്തിച്ചത്. ശരിക്കും ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻ്റെ കരിയർ സെയിൽസ് ആണെന്നുള്ളത്. ശരിക്കും ഞാൻ പഠിച്ചത് എക്കണോമിക്സ് ആണ്. ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ഒരു സ്ഥാപനത്തിലൊരു ജോലി ആവശ്യമാണ്, അച്ഛനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട, എൻ്റെ ചിലവെങ്കിലും സ്വന്തം ചിലവ് കണ്ടെത്താം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ എൻ്റെ ജോലിക്ക് ഇറങ്ങിയതാണ്. അങ്ങനെ ഞാൻ ഇന്റർവ്യൂവിന് പോയി. അവിടെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഞാൻ ജോലി, എൻ്റെ ഇലക്ട്രോണിക് ടൈപ്പ്റൈറ്ററായിട്ട് എൻ്റെ സെയിൽസ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി, അതിൻ്റെ കൺസ്യൂമബിൾസും അതിൻ്റെ. അങ്ങനെ അവിടെ നിന്ന് ഞാനിങ്ങനെ തുടങ്ങി. അവിടെ നിന്ന് ഞാൻ വേറൊരു 2 വർഷം ആ കമ്പനി വർക്ക് ചെയ്തിട്ട് വേറൊരു ടെലികോം കമ്പനിയിലോട്ട് പോയി. ആ ടെലികോം കമ്പനിയിൽ വന്ന് ഞാൻ അവിടെ ഒരു 7 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഉണ്ടായ എനിക്ക് കുറച്ച് എന്താ പറയുക, എനിക്ക് ഒരു പേഴ്സണലി ഉണ്ടായ ഒരു തിക്ത അനുഭവങ്ങൾ ഉണ്ടായി. എനിക്ക് ഇൻ ദ സെൻസ് എന്താണെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം. അതായത് എനിക്ക് മെയിൻലി മണി തന്നെയാണ്, പൈസ തന്നെയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പൈസ തികയുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. അതൊരു എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ആ ഒരു സംഭവം. ഈ ജോലിക്ക് പോകുമ്പോഴേ നമുക്ക് കിട്ടുന്ന ഒരു ശമ്പളം കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അത് മാത്രമല്ല, അപ്പൊ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്തേനെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് വീട്ടിൽ ഒരു 3 സംഭവങ്ങൾ, അതായത് എൻ്റെ വൈഫിന്റെ ഒരു അബോർഷനും, എൻ്റെ കാലിൽ തന്നെ പ്ലാസ്റ്ററിങ്ങും, ഒരു പിന്നെ കാലിന് ആക്സിഡന്റ് അല്ല, ശരിക്കും ഒരു ചെറിയൊരു മൈനർ ഫ്രാക്ചർ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റർ ഇട്ടു. ആ സംഭവം എൻ്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്കും ഒരേ സമയത്തായിരുന്നു. എല്ലാം ഒരാഴ്ചക്കുള്ളിൽ ഇതെല്ലാം സംഭവിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം ആ സ്ഥാപനത്തിൽ ജോലിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എനിക്കും ആകെ ബുദ്ധിമുട്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയേണ്ടത്, ആ സ്ഥാപനത്തിൽ നിന്ന് വിചാരിച്ച സപ്പോർട്ട് കിട്ടിയില്ല. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ നെടുംതൂണായി വർക്ക് ചെയ്ത ഞാൻ 7 വർഷത്തോളം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ പ്രതീക്ഷിച്ച ഒരു സപ്പോർട്ട് എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഇങ്ങനെ ഒരു ക്രൈസിസിൽ കൂടെ നിങ്ങൾ പോകുമ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ എന്താ പറയുക, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാലറി പോലും എനിക്ക് കട്ട് ചെയ്ത് തരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതെന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ഒരു എംപ്ലോയറിന്റെ അടുത്ത് കിട്ടേണ്ട ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. കാരണം ഞാൻ ആ സ്ഥാപനത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷൻ വെച്ച് നോക്കുമ്പോൾ എന്നെ ഒരു തുടക്കക്കാരൻ്റെ ഒരു സപ്പോർട്ട് പോലും തരാതെ എന്നെ ട്രീറ്റ് ചെയ്തത് എനിക്ക് വളരെയധികം ഹാർട്ടായി. അപ്പോൾ തന്നെ ഞാൻ തീരുമാനമെടുത്തു, ഇനി നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, എൻ്റെതായ വഴി കണ്ടെത്തിയില്ലെങ്കിൽ ഇനി എനിക്ക് ജീവിതത്തിൽ രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഇറങ്ങിയതാണ്. അത് ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട് സക്സസ് ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ബിസിനസ്സിന് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ്? നമ്മൾക്ക് മാർക്കറ്റിംഗ് ടീം, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനെ പലതും അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഈവൻ AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് വരെ ഇപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്ട്രാറ്റജി? യൂഷ്വലി എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ കണ്ടെത്തുന്നത്?
ശരിക്കും എന്റെ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഡോർ ടു ഡോർ അന്നൊക്കെ നമ്മളൊരു സെയിൽസ് തിയറി അനുസരിച്ചിട്ടുള്ള വർക്കിംഗ് ആയിരുന്നു. നമുക്ക് ഒരു പുതിയ കസ്റ്റമറെ സസ്പെക്ട്, പ്രോസ്പെക്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു അതായിരുന്നു. നമ്മൾ സസ്പെക്ട് ചെയ്ത് പുതിയ കസ്റ്റമറെ അടുത്ത് ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ കമ്പനി നമുക്ക് ട്രെയിനിങ് തന്നേക്കുന്നത് അങ്ങനെയായിരുന്നു. അപ്പോൾ ആ കസ്റ്റമറുടെ അടുത്ത് പോയി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൽ പ്രോസ്പെക്ട് ആയിട്ടുള്ള കസ്റ്റമറെ നമ്മൾ വാലിഡേറ്റ് ചെയ്ത് അതിന് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വയം ചോദിച്ച് ഈ കസ്റ്റമറെ നമ്മൾ പ്രോസ്പെക്ട് ആണോ എന്ന് വാലിഡേറ്റ് ചെയ്യും. നമ്മൾ ആ സെയിൽസ് പേഴ്സണിന്റെ മിടുക്കാണത്, ആ പ്രോസ്പെക്ട് വാലിഡേഷൻ. ആ കസ്റ്റമറുടെ അടുത്ത് വീണ്ടും നമ്മൾ പിന്നെ അവർക്ക് അതിന് പ്രോസ്പെക്ട് ആണെങ്കിൽ തന്നെ അവർക്ക് അതിനുള്ള പൈസയുണ്ടോ, അതിന് അവർക്ക് ഈ പ്രോഡക്റ്റിന്റെ റിക്വയർമെന്റ് ഉണ്ടോ, റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്ന ആള് റൈറ്റ് പേഴ്സൺ ആണോ, അതിന് മണി അതോറിറ്റി നീഡ് എന്ന് പറഞ്ഞ മാൻ എന്ന് പറഞ്ഞ സാധനം അത് നമ്മൾ മീറ്റ് ചെയ്യുന്നിടത്താണ് അത് റിയൽ പ്രോസ്പെക്ട് ആവുന്നത്. അപ്പൊ ആ പ്രോസ്പെക്ട് കസ്റ്റമറുടെ അടുത്ത് നമ്മൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുന്നു, പിന്നെ നെഗോസിയേഷൻ നടത്തുന്നു, പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻ സംസാരിക്കുന്നു, നെഗോസിയേഷൻ നടത്തുന്നു, അത് എല്ലാം എഗ്രി ചെയ്യണമെങ്കിൽ ഓർഡർ എടുക്കുന്നു. അപ്പൊ ആ ഒരു പാറ്റേൺ ഇന്നത്തെ കാലത്ത് നമുക്ക് അതിന്റെ പ്രൊസീജിയർ ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ട് മാനുവലിയാണ് കൊട്ടേഷൻസ് എത്തിക്കുന്നത്, ഇന്ന് അങ്ങനെയല്ല, എല്ലാം ഇമെയിലും വാട്സാപ്പും ആണ്. അപ്പൊ അങ്ങനെ മാറ്റം വന്നത് എളുപ്പമായിട്ടുണ്ട്. ഇന്ന് അതേപോലെ ഇപ്പൊ ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്ന തുടങ്ങിയ കാലത്തുള്ള ആ ഒരു സെയിൽസിലുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ടൊന്നും ഇന്നത്തെ ആൾക്കാർക്കില്ല. ഇന്ന് ആൾക്കാർ തന്നെ സെയിൽസ് ആണെങ്കിൽ തന്നെ ടാർഗറ്റ് ഉണ്ടോ, ശമ്പളം എത്ര എന്നാണ് ചോദിക്കുന്നത്, ചെയ്യേണ്ട ജോലി എന്തെന്നല്ല. അപ്പൊ ആ ഒരു മാറ്റം നമ്മുടെ തലമുറയിൽ വന്നിട്ടുണ്ട്. അപ്പൊ പുതിയ തലമുറയിൽ കാണുന്നത് അതാണ്. ഈ ടെലികോംസ് എന്ന് പറയുമ്പോഴത്തേനും EPABX അല്ലെ, അതില് മാനുവൽ EPABX ഇലക്ട്രോണിക് ഇതിലോട്ട് ചെന്നു, പിന്നെ IPEBX പോയി. അവിടെ നിന്ന് നമ്മള് മൂവിങ് ടു ക്ലൗഡ് ആണ്. അത് ആ ഒരു ടെക്നോളജിക്കൽ ഡിഫറൻസ്, ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സിൽ അത് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? അതെ, അത് ഞാൻ ഈ പറഞ്ഞ പോലെ 29 വർഷമായി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ. അപ്പൊ ഞാനൊരു 11 വർഷത്തോളം കമ്പനികളിൽ വർക്ക് ചെയ്തു. 2 കമ്പനിയിലായിട്ട് ഒരു 11 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പൊ അന്നുള്ള തന്നെ നമുക്കൊരു അനലോഗ് PBX ആയിരുന്നു ആദ്യമൊക്കെ, മാനുവൽ PBX. നമ്മള് ഇപ്പൊ പണ്ടൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മള് ബോംബെയിലൊക്കെ വിളിക്കണമെങ്കിൽ ട്രങ്ക് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യണം, STD ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യണം. കാരണം അതിന്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് നമുക്ക് ഒരു 100% കമ്മ്യൂണിക്കേഷൻ ചാനൽസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വിളിക്കാനായിട്ട് ആ ചാനലിന് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതായത് ഒരേ സമയം ഇപ്പൊ ബോംബെയിലോട്ട് വിളിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് ഒരു 10 പേര്, സപ്പോസ് 10 പേർക്ക് വിളിക്കാൻ പറ്റും. അതിലേതെങ്കിലും ഒന്ന് ഫ്രീ ആയാൽ മാത്രമേ അടുത്ത ആളിനെ കണക്ട് ചെയ്യാൻ പറ്റൂ. അപ്പൊ മാനുവലി കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറിയിട്ട് നമുക്ക് 100% നോൺ ബ്ലോക്കിംഗ് ആയിട്ടുള്ള ഡിജിറ്റൽ എക്സ്ചേഞ്ചിലോട്ട് മാറി. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലായിടത്തോട്ടും ഡയറക്റ്റ് വിളിക്കാൻ പറ്റി തുടങ്ങി. അതായത് 100% ആൾക്കാർക്കും അറ്റ് എ ടൈം തന്നെ ഡയൽ ചെയ്യാനും സംസാരിക്കാനുള്ള സ്പീച്ച് പാത്തിന്റെ ആ റെസ്ട്രിക്ഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് കഴിഞ്ഞ് ഇനിയാണ് നമ്മൾ അതിൽ നിന്ന് നമ്മൾ IP-ലോട്ട് ഇപ്പൊ റൺ ചെയ്യുന്നത് IP കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ EPABX-ന് സെപ്പറേറ്റ് കേബിളിംഗ്, ക്യാമറയ്ക്ക് സെപ്പറേറ്റ് കേബിളിംഗ്, അതുപോലെ നെറ്റ്വർക്കിന് സെപ്പറേറ്റ് കേബിളിംഗ്, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ IP വന്നപ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് ഈ സെയിം ലാൻ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൽ തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാം, ഈവൻ നമുക്ക് നമ്മുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും എല്ലാം നമുക്ക് ഈ ഒറ്റ ലാൻ നെറ്റ്വർക്കിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് സേവിംഗ് ആണ്. കോസ്റ്റ് സേവിംഗ് നമുക്ക് ഒരുപാട്. അപ്പൊ നമ്മുടെ ശരിക്കും പണ്ടൊക്കെ IP എക്യുപ്മെന്റ്സും ഈ അനലോഗ് എക്യുപ്മെന്റ്സ് ഒക്കെ തമ്മിൽ കോസ്റ്റ് ഡിഫറൻസ് ഭയങ്കരമായിരുന്നു. ഇന്ന് അത് ഏതാണ്ട് ഒരുപോലെ അടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ IP-ലോട്ട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഈ സിസ്റ്റത്തിനൊക്കെ വളരെ ചീപ്പ് ആയിട്ടുണ്ട്. റേറ്റ് ചീപ്പ് ആയെന്ന ഉപരി നമ്മൾ എക്കണോമിക്കലായി, അതെ എക്കണോമിക്കലായി. കാരണം ആ തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്, അന്തരം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നാളെ ഒരു കാലത്ത് നമ്മള് ഇപ്പൊ കമ്പനിയൊക്കെ പറഞ്ഞു കേൾക്കുന്നത്, നാളെ ഇനി നമുക്കൊരു ഡിവൈസിന്റെ ആവശ്യമേ ഇല്ല, ക്ലൗഡ് ടെലിഫോണി എന്നൊരു കൺസെപ്റ്റ് ആണ് ഇനി. ക്ലൗഡ് ടെലിഫോണി, അതായത് നമുക്ക് ഇനിയും ഒരു ഹാർഡ്വെയർ എക്യുപ്മെന്റ് ആവശ്യമില്ല. നമുക്ക് എല്ലാം ഇന്റർനെറ്റ് വഴി ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ എല്ലാം, ഇവൻ ഇപ്പൊ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിനെ നമ്മുടെ EPABX-ന്റെ എക്സ്റ്റൻഷൻ ആക്കാൻ പറ്റും. നമുക്ക് EPABX-ന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിന് ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ സപ്പോസ് നമ്മുടെ ഓഫീസിൽ ഇല്ലെങ്കിൽ നമ്മുടെ വരുന്ന കോളെല്ലാം നമ്മുടെ മൊബൈലിൽ വരും. ഈവൻ ഞാനിപ്പോ US നിൽക്കുകയാണെങ്കിൽ എന്റെ മൊബൈലിൽ എന്റെ ഓഫീസിൽ ഒരാൾ വിളിച്ച കോള് എനിക്ക് അവിടെ US നിന്നിട്ടും കണക്റ്റഡ് ആയിരിക്കണമെന്ന് മാത്രം. എനിക്ക് അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ എനിക്ക് എന്റെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് എന്റെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാപ്പോൾ അതിനെന്തെങ്കിലും സെപ്പറേറ്റ് ഗാഡ്ജറ്റ്സോ അല്ലെങ്കിൽ സിസ്റ്റം, അതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ഏതിന്റെ ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത് അവരുടെ തന്നെ പ്രൊപ്പറേറ്ററി ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് കോൺഫിഗർ ചെയ്ത് കൊടുക്കാന്നുള്ളൂ. ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് ഓരോ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളിലോട്ട് കണക്ട് ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഒരു ട്രൈഡ് റൂൾസ് അനുസരിച്ച് നമുക്ക് നമ്മുടെ പബ്ലിക് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത് അതൊരു കൊമേഴ്ഷ്യൽ പർപ്പസിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. നമ്മുടെ തന്നെ പർപ്പസിന് ഇപ്പൊ നമ്മുടെ ഒരു ഓഫീസ് ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ട്രാവലിംഗ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന് വേറെ റെഗുലേഷൻസ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണ് അത് എക്സ്പെൻസീവ് ആണ്. പക്ഷെ നമ്മുടെ കൺവീനിയൻസ് ആണല്ലോ സൗകര്യം, നമ്മുടെ കൺവീനിയൻസ് ആണല്ലോ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് പേര് ഇപ്പൊ അത് ചെയ്യുന്നുണ്ട്.
അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇന്നത്തെ മാറ്റം. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ അപ്ഗ്രേഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 10 വർഷം മുമ്പ് വിചാരിച്ച മാറ്റങ്ങളല്ല ഇന്ന് ഉണ്ടായി. വളരെ ഫാസ്റ്റ് ആയിട്ട്. അതെ, ഞാൻ എന്റെ കരിയർ തുടങ്ങുന്നതിന് അപ്പൊ ഞാൻ കാലത്തിനൊത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് പലരും ഈ ബിസിനസ് മതിയാക്കി പോയവരുണ്ട്. കാരണം കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റാത്തതുകൊണ്ടും അവരതിന് ശ്രമിക്കാത്തത് കൊണ്ടും. അതെ, അപ്പൊ നമ്മൾ അതനുസരിച്ച് മാറുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ ഈ ബിസിനസിന്റെ ഒരു യുണീക്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ട്രെയിനിങ് ആണോ, അപ്ഗ്രേഡേഷൻ ആണോ, എന്താണ്? നമ്മൾ മറ്റുള്ള ഈ സെയിം ഫീൽഡിൽ നിൽക്കുന്ന മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മുടെ ഒരു എഡ്ജ് എന്താണ്? നമുക്ക് മാർക്കറ്റിൽ എന്താണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി? മാർക്കറ്റിൽ നമ്മൾ ഉണ്ടാക്കിയ ഗുഡ് വില്ല് തന്നെയാണ്. ആ ഗുഡ് വില്ലിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിക്കും ഒരു കസ്റ്റമർ നമ്മൾ ചെല്ലുമ്പോൾ അവർ നോക്കും. ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ SME സെഗ്മെന്റിലുള്ള ഒരാള് അവർ നമ്മളെ നോക്കും. എങ്ങനെയാണ് ഈ സ്ഥാപനത്തിന്റെ നമ്മുടെ ക്ലയന്റ് ബേസ് നോക്കും, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് നോക്കും. ചില സ്ഥാപനങ്ങളുണ്ട് പലരും മടിക്കുന്നത് ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് സർവീസ് ഇല്ലാതെ പോവോ, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നത്തിൽ ആയിരിക്കും. അപ്പൊ നമ്മുടെ ആ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ അടുത്തുള്ള ആ ഒരു നമ്മുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സപ്പോർട്ട് ഇൻ ദ സെൻസ് ആഫ്റ്റർ സെയിൽ സർവീസ്, അതുപോലെ എന്തെങ്കിലും ഒരു കസ്റ്റമർ അടുത്ത് ടെക്നിക്കൽ സപ്പോർട്ട് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ബാക്കപ്പ് ചെയ്യാനുള്ള സ്പെയർസ്, അതുപോലെ കോമ്പറ്റന്റ് ആയിട്ടുള്ള ടീം, നമ്മുടെ സപ്ലൈസ് കമ്പനി. ഇപ്പൊ ഞാനിപ്പോ അരവിന്ദ് ലിമിറ്റഡിന്റെ ടെലികോം പ്രോഡക്റ്റ് ആയ സിൻതെൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ സൗത്ത് കേരള ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പൊ ഞങ്ങൾ ഒരു ഇന്റർകോം സിസ്റ്റം മാത്രമായിട്ട് ഞങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ അതിനകത്ത് ഇപ്പൊ ബോർഡ് റൂം സൊല്യൂഷൻസ് വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റി. ബോർഡ് റൂം സൊല്യൂഷൻ ഇൻ ദ സെൻസ് ഓഡിയോ വീഡിയോ സൊല്യൂഷൻസ്, നമ്മുടെ മീറ്റിംഗ് റൂമിനകത്തുള്ള മോണിറ്റേഴ്സ്, ടച്ച് സ്ക്രീൻ കിയോസ്കുകൾ, അതുപോലെ പിന്നെ ഓഡിയോ PA സിസ്റ്റം, അനൗൺസ്മെന്റ് മൈക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ നെറ്റ്വർക്ക്, LED പാനൽ, വീഡിയോ വാള്, അങ്ങനെയുള്ള സൊല്യൂഷൻസ് എല്ലാം നമ്മൾ ഇപ്പോൾ ഒരു ടേൺ കീ ആയിട്ട് ഒരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാറിന്റെ ഷോറൂം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ, ഒരു ക്ലിനിക്ക്, അല്ലെങ്കിൽ ഒരു ബംഗ്ലാവ്, ഒരു വലിയ വീട്, നമ്മൾ മിനിസ്റ്റേഴ്സിന്റെ അടുത്തൊക്കെ നമ്മൾ ഇന്റർകോം ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഗേറ്റ് വരെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ആക്സസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ മുമ്പ് ഒരു പ്രോഡക്റ്റ് മാത്രത്തിൽ നിന്ന് ഞങ്ങളിപ്പോ ഒരു പ്രോജക്റ്റ്, ഒരു ടേൺ കീ പ്രോജക്റ്റ്, ഒരു കസ്റ്റമർക്ക് എന്തൊക്കെ ഒരു ഓഫീസിൽ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു വീട്ടിൽ എന്തൊക്കെ സൊല്യൂഷൻസ്, ഇപ്പൊ ഓട്ടോമേഷൻ, ഇപ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് AC കൺട്രോൾ ചെയ്യണം, അങ്ങനെയുള്ള സൊല്യൂഷൻസ്, ഇപ്പൊ കർട്ടൻ കൺട്രോൾ ചെയ്യുന്നത്, ലൈറ്റ് കൺട്രോൾ ഡിം ചെയ്യുന്നത്, അങ്ങനെയുള്ള സൊല്യൂഷൻസ്. അതുപോലെ നമുക്ക് ഇന്റർകോം ചെയ്യുന്നുണ്ട്, ഇന്റർകോം സൊല്യൂഷൻസ് വീടുകളിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ CCTV, അതായത് ഇപ്പൊ സൊല്യൂഷൻസ്, ഇപ്പൊ ബർഗർ അലാം, നമുക്ക് ഇപ്പൊ ഒരുപാട് തെഫ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒത്തിരി സൊല്യൂഷൻസ് ആണ്. അപ്പൊ നമ്മളത് ടൈലർ മെയ്ഡ് സൊല്യൂഷൻ കൊടുക്കലാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരേ സൊല്യൂഷൻ അല്ല, കസ്റ്റമറുടെ റിക്വയർമെന്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ കസ്റ്റമറോട് ആദ്യം നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ട് അവരുടെ ബഡ്ജറ്റ് തീരുമാനിച്ചിട്ട് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം. അവർക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ ക്യാമറ വെക്കുന്നത് പല ആവശ്യത്തിനാണ്. ചിലർ വെക്കുന്നത് ചവർ ഇടാതിരിക്കാനായിരിക്കും, വീടിന്റെ ഫ്രണ്ടിൽ ചവർ ഇട്ടിട്ട് പോകുന്നത്. അപ്പൊ ചിലർ പറയും അങ്ങനെയല്ല, എന്റെ കാർ ആരെങ്കിലും സ്ക്രാച്ച് ചെയ്തു. ചിലർ പറയുന്നത് മതിൽ ചാടി രാത്രി പട്ടി കുറയ്ക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല റിക്വയർമെന്റ് അതനുസരിച്ചുള്ള നമുക്ക് ഒത്തിരി പല പ്രോഡക്റ്റ്, പ്രൈസ് റേഞ്ച് ആയാലും ക്വാളിറ്റി റേഞ്ച് ആയാലും എല്ലാത്തിനകത്ത് വ്യത്യാസമാണ്. നമ്മളിപ്പോ ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ചെയ്യുന്ന പോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റിൽ ഞങ്ങൾ ഒരുപാട് ഗവൺമെന്റ് ഇൻസ്റ്റലേഷൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു മേജർ ഗവൺമെന്റ് ക്ലയന്റ് ആണ് കെൽട്രോൺ. അതെ, കെൽട്രോണിന്റെ ഹെഡ് ഓഫീസും കെൽട്രോണിന്റെ പല ബ്രാഞ്ച് ഓഫീസുകളും അവരുടെ പല പ്രൊഡക്ഷൻ യൂണിറ്റുകളും തന്നെ കേരള ഇലക്ട്രോണിക്സ് എല്ലാം. അതെ, കെൽട്രോണിലെ കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റി, കോൾ സെന്റർ, അങ്ങനെയുള്ള എല്ലാ സൊല്യൂഷൻസും കഴിഞ്ഞ ഒരു 17-18 വർഷമായിട്ട് ഞങ്ങളാണ് ചെയ്യുന്നത്. 17-18 വർഷമായിട്ട് ഞങ്ങളുടെ കസ്റ്റമറാണ് കെൽട്രോൺ. അത് അവർക്ക് വേണ്ടിയിട്ടുള്ള മേജർ പ്രോജക്ട്സ് എന്തെങ്കിലും എടുത്ത് പറയാത്തൊക്കെ? കെൽട്രോണിന് വേണ്ടി ഞങ്ങള് അവരുടെ ഈ ഗവൺമെന്റ് ഓഫീസുകൾ ഒരുപാട് കെൽട്രോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സൊല്യൂഷൻസ് കൊടുക്കാറുണ്ട്. അത് ഈവൻ ക്യാമറ ആയാലും അതുപോലെ ഈ ഇന്റർകോം EPBX സിസ്റ്റംസ് ആയാലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മന്ദിരങ്ങളൊക്കെ ഞങ്ങൾ ഇന്റർകോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ജില്ലാ കളക്ടർ, അങ്ങനെയുള്ള ഗവൺമെന്റ് ഒത്തിരി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള ഈ കൺസ്ട്രക്ഷൻ കമ്പനികളെല്ലാം ബിൽഡർമാർ മെയിനായിട്ട് ഞങ്ങളുടെ ഒരു പ്രീമിയം ഒരു ബിൽഡർ കോഡിയൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, അവർ ബ്രദേഴ്സ് എല്ലാം കൂടി ചെയ്യുന്ന ആ കോഡിയൽ ഗ്രൂപ്പ്, അത് 4 ഡിഫറെൻറ്റ് കമ്പനീസാണ്. ആ കോഡിയലിൻ്റെ എല്ലാ പ്രോജക്റ്റിലും ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ, സെക്യൂരിറ്റി, ആക്സസ് കൺട്രോൾ, CCTV എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലീഡിങ് ബിൽഡേഴ്സായിട്ടുള്ള ക്രിയേഷൻസ്, ബീകോൺ, ആർക്കോൺ, കോൺഫിഡൻറ്റ്, അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരുടെയും ഞങ്ങൾ പ്രോജക്റ്റുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ഗ്രേറ്റസ്റ്റ് ഒരു അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മേജർ പ്രോജക്റ്റ് ഏറ്റവും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു, അല്ലെങ്കിൽ ഒരു വോളിയം ഉള്ള ഒരു ബിസിനസ് ചെയ്തു. ശരിക്കും ഞങ്ങളുടെ ഒരു വലിയൊരു എന്താ പറയുക, വളരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഏറ്റവും
മേജർ ആയിട്ടുള്ള ഒരു ക്ലയന്റ് വരുന്നത് നമുക്ക് സ്റ്റാർ ആണ്, ഏഷ്യാനെറ്റ് സ്റ്റാർ. സ്റ്റാർ. അതെ, ഓക്കെ. ആ സ്റ്റാർ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് ഞങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അവര് കൊച്ചിയിൽ ഇടപ്പള്ളിയിലാണ് അവരുടെ, അവിടെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അവിടെ IP എല്ലാം കൂടെ ഒരു 400ഓളം എക്സ്റ്റൻഷൻസ് ഉള്ള ഒരു വലിയ എക്സ്ചേഞ്ച് ആണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഏഷ്യാനെറ്റിന്റെ MD ചെയർമാനൊക്കെ ഇരിക്കുന്ന. അതാണ് ഒരു മേജർ ഒരു മൈൽസ്റ്റോൺ. അതൊരു നല്ലൊരു ഇൻസ്റ്റലേഷൻ ആയിരുന്നു. അത് ഞങ്ങളൊരു 5-6 വർഷം മുമ്പ് ചെയ്തതാണ്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. IP-യും അനലോഗും ഡിജിറ്റലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോജക്റ്റ് ആണ്. ഈ ആഫ്റ്റർ സെയിൽ സർവീസ് ഇപ്പൊ നമുക്ക് 24 hours സർവീസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, അതോ നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫീസ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ? ഇല്ല, അങ്ങനെ ഇല്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഒരു യുണീക്നെസ് അതാണ്. ഞങ്ങൾ ഇപ്പൊ 24/7 വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങൾ ഞങ്ങളുടെ കസ്റ്റമർ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ നമുക്ക് സർവീസ്, നമുക്ക് സെയിൽ വേണ്ടാന്ന് വെക്കാം, പക്ഷെ സർവീസ് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഒരു സ്ഥാപനത്തിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ ശരിക്കും ബാക്ക് ബോൺ. അതെ. അപ്പോൾ ഒരാൾ സ്ഥാപനത്തിൽ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ആ സ്ഥാപനത്തിന് ഹർട്ടാവുന്ന വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പല പ്രോഡക്റ്റുമായിട്ട് നമ്മളെ പല സർവീസസുമായിട്ട് ഇതിനെ നമ്മൾ ഡിപ്പെൻഡഡ് ആണ്. ഇപ്പൊ സർവീസ് പ്രൊവൈഡർ BSNL, എയർടെൽ, ടാറ്റ, റിലയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ലൈൻ കേടായാലും കസ്റ്റമർ ആദ്യം ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങൾ പോയിട്ടാണ് അത് അവർക്ക് കൺഫേം ചെയ്ത് കൊടുക്കുക, എവിടെയാണ് പ്രോബ്ലം, ഇഷ്യൂ. അതെ, എവിടെയാണ്. അപ്പൊ മെയിൻ ഒരു ലൈൻ കിട്ടിയില്ലെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ രാത്രി ആണെങ്കിലും എമർജൻസി സർവീസ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതേപോലെ ഒരു സ്ഥാപനത്തിൽ പെട്ടെന്ന് ഒരു ബ്രേക്ക് ഡൗൺ എന്തെങ്കിലും വന്നാലും ഞങ്ങളുടെ ആവശ്യത്തിലധികം ഞങ്ങൾ സ്പെയർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അത് കേരളത്തില് ഒരു ഡീലറും സ്റ്റോക്ക് ചെയ്യാത്ത അത്രയും ഒരു വോളിയം അല്ലെങ്കിൽ നമ്പേഴ്സ് എന്നിങ്ങനെ നോക്കിയാലും ഞങ്ങൾ ഒരിക്കലും ഈ ഒരു ഇൻവെന്ററിക്ക് ഷോർട്ട് ഫോൾ ഇല്ലാതെ എപ്പോൾ വേണമെങ്കിൽ ആർക്കും. അതെ, ഞങ്ങൾ ഒരു സാധാ ട്രിവാൻഡ്രത്ത് ഒരു ഡീലറായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ ഞങ്ങൾ 19 വർഷം കഴിഞ്ഞ് അടുത്ത വർഷം 25 ആകുമ്പോൾ 20 വർഷം തികയാണ്. അപ്പോൾ ആ കമ്പനി, അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് അല്ല, കമ്പനിക്ക് 20 വർഷം ആവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയ സമയത്ത് ഇപ്പൊ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞങ്ങൾ ഏതാണ്ട് 100ഓളം ഡീലേഴ്സിന്. ഏതൊക്കെ ബ്രാൻഡുകളാണ് മെയിൻലി ചെയ്യുന്നത്? ഞങ്ങളുടെ മെയിൻ ബ്രാൻഡ് എന്ന് പറയുന്നത് സെന്റൽ എന്ന് പറയുന്ന അരവിന്ദ് ലിമിറ്റഡിന്റെ, അരവിന്ദ് മിൽസ് ലിമിറ്റഡ്. അവര് ടെക്സ്റ്റൈലിൽ അവർ വളരെ പോപ്പുലർ ആണ്. അവരുടെ സിന്റൽ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സിന്റലിന്റെ ഓൺ EPBX ഉണ്ട്. അത് തന്നെ നമുക്ക് ഒരു 6 എക്സ്റ്റൻഷൻ മുതൽ 2000 വരെയുള്ള പ്രോഡക്റ്റ് ലൈൻസ് വരെയുള്ള പ്രോഡക്റ്റ് ഞങ്ങളുടെ 2000 കണക്ഷൻസ് വരെയുള്ളത് സിന്റലിനുണ്ട്. പിന്നെ ഞങ്ങൾ ജപ്പാൻ ബ്രാൻഡായ വെൽ നോൺ ബ്രാൻഡ് ആയിട്ടുള്ള NEC ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു NECയുടെ ഒരു മേജർ ക്ലയന്റ് ആണ് നമ്മുടെ SP ഫോർട്ട് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്ത്. SP ഫോർട്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ആദ്യം ഒരു ഇൻസ്റ്റലേഷൻ ചെയ്തു. പിന്നെ അവരുടെ ശാസ്തമംഗലത്തുള്ള വെൽഫോർട്ട് ചെയ്തു, SP വെൽഫോർട്ട്. ഇപ്പൊ അവരുടെ ഏറ്റവും ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രോജക്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഓപ്പണിംഗ് ആയി, ജസ്റ്റ് ഓപ്പൺ ആയുള്ളൂ. അവിടെ ഏതാണ്ട് 1200 വരെ എക്സ്പാൻഡ് ചെയ്യുന്ന മെഷീൻ. സർവീസസ് നിങ്ങൾ ട്രിവാൻഡ്രത്ത് മാത്രമാണോ അതോ ഓൾ കേരള ചെയ്യുന്നത്? ഞങ്ങൾ ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഓൾ കേരള നെറ്റ്വർക്ക്, ഓൾ ഇന്ത്യ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യും. കാരണം ഞങ്ങളുടെ പാരന്റ് കമ്പനി സിന്റൽ ഓൾ ഇന്ത്യ നെറ്റ്വർക്ക് ഉള്ള കമ്പനിയാണ്. അപ്പോൾ ഇപ്പൊ ബോംബെ നിന്ന് ഒരു ഓർഡർ എടുത്താൽ ബോംബെ നിന്ന് എടുക്കുന്നത്, ഇപ്പൊ ക്ലയൻസ് ഒക്കെ മേജർ ഈ ബാങ്ക്സ് അവരൊക്കെ കോർപ്പറേറ്റ് ഓഫീസ് ബോംബെയിലാണ്. അപ്പൊ അവിടെ നിന്ന് അവർ ഇതിന്റെ പർച്ചേസ് ചെയ്തിട്ട് അതാത് സ്റ്റേറ്റിലോട്ട് അയക്കുമ്പോൾ ഇപ്പൊ കേരളത്തിൽ വന്നു കഴിയുമ്പോൾ അത് ഞങ്ങളുടെ അടുത്ത് വരും. അപ്പൊ ഞങ്ങൾ ഓരോ ജില്ലയിലും ഞങ്ങൾക്ക് ഡീലേഴ്സ് ഉണ്ട്, അവരെ കൊണ്ട് അത് ചെയ്യും. അപ്പൊ ഈ മാൻ പവർ നമുക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അവർക്കൊക്കെ എങ്ങനെയാണ് ടൈം ടു ടൈം അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ആ ട്രെയിനിങ് വളരെ ആവശ്യമാണ്. കാരണം ആ ട്രെയിനിങ് ഇല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ നോഹൗ നമ്മൾ അതനുസരിച്ച് അപ്ഡേഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പേരന്റ് കമ്പനി നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സ്റ്റാഫുകൾക്ക് അതിനുവേണ്ട ട്രെയിനിങ് കൊടുത്ത് അവർ നല്ല സജ്ജരാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം കോമ്പീറ്റന്റ് ആണ്. അതെ. നിങ്ങളുടെ ഒരു ഡൗൺ ദ ലൈൻ അടുത്തൊരു 5 years 10 years നിങ്ങളുടെ ഒരു മിഷൻ ആൻഡ് ഒരു വിഷൻ എന്താണ്? നിങ്ങളുടെ സ്ഥാപനത്തിന്റെ നെക്സ്റ്റ് ലെവല് ഒരു ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്? ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നടന്നാലും ഇല്ലെങ്കിലും പറയുന്നതിന് തെറ്റില്ലല്ലോ. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ കൊടുക്കുന്ന പ്രയോറിറ്റി ഞങ്ങളുടെ ഓൺ ബിൽഡിംഗ് ആണ്. ഓൺ ബിൽഡിങ്ങിന് വേണ്ടി ഞങ്ങൾ ലാൻഡ് വട്ടിയൂർക്കാവിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓൺ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് കെട്ടി അതിലോട്ട് മാറണം. എനിക്ക് എൻ്റെ സങ്കല്പങ്ങൾ ഒരുപാടുണ്ട് ഓഫീസിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ ആദ്യം തീർക്കണം. പിന്നെ നമ്മളെ വളരുന്നതോടൊപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫുകളും വളരണം. അപ്പൊ നമുക്ക് അവരുടെ വളർച്ച ഉണ്ടെങ്കിൽ പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ കൂടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു റൈറ്റ് ഹാൻഡ് എന്നൊക്കെ പറയാനുള്ള ആൾക്കാരൊക്കെ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നമ്മുടെ വളർച്ചയിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ളത് അവരുടെയും കൂടെ സപ്പോർട്ടോടുകൂടി തന്നെ. പറയത്തക്ക പേരുകൾ എടുത്തു പറയത്തത് ഏറ്റവും കൂടുതൽ എൻ്റെ ഇപ്പൊ കമ്പനി തുടങ്ങി 6 മാസമായപ്പോ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ട്, സിന്ധു എന്നാണ് അവരുടെ പേര്. 6 മാസം കമ്പനി തുടങ്ങി 6 മാസമായപ്പോ വന്നതാണ്. അവർ സ്റ്റിൽ ഉണ്ട് ഇവിടെ. ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ 19 വർഷമായി. ഓൾമോസ്റ്റ് 19 വർഷം അല്ല, 19 വർഷം എന്നുള്ള 6 മാസം കുറയുമ്പോൾ 19.5 വർഷമായി. ഇപ്പോൾ 19 വർഷമായി അവർ വന്നിട്ട്.
പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു കൃഷ്ണകുമാറുണ്ട്. കൃഷ്ണകുമാർ പുള്ളി ഇതുപോലെ ഫീൽഡിൽ വെച്ച് ഞങ്ങൾ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു. പുള്ളി എന്നോട് ജോയിൻ ചെയ്തിട്ട് 18 വർഷമായി. അങ്ങനെ ലോയലായിട്ടുള്ള അതെ, ലോയലായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പുള്ളിയൊക്കെ ടീം, ആ ടീം വർക്ക് തന്നെയാണ്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഞാൻ ഒരു എംപ്ലോയി ആയിരുന്നപ്പോഴും ഒരു എംപ്ലോയർ ആയപ്പോഴും അതിന്റെ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി എംപ്ലോയി ആയിരുന്നപ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ചലഞ്ചസും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു സക്സസ്ഫുൾ ബിസിനസിന്റെ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടീമാണോ? തീർച്ചയായിട്ടും ഒരു ലോയൽറ്റി ഉള്ള ഒരു ടീമാണ്. തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ ഓഫീസിൽ അവർ വർക്ക് ചെയ്യുന്നു കാണിച്ചാൽ പോരാ, അവരുടെ മനസ്സും കൂടി ഇവിടെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് വളരണമെങ്കിൽ ഒരു നല്ലൊരു ടീമാണ്. പിന്നെ അതുപോലെയുള്ള നമ്മള് അടുത്ത ഒരാളും കൂടി ഉണ്ട്, ബിജു എന്ന് പറയുന്ന ബിജു ഇതേപോലെ വന്നിട്ട് 17 വർഷമായി. അപ്പൊ 17 വർഷമായ ബിജു, 18 വർഷമായ കൃഷ്ണകുമാർ, 19 വർഷമായ സിന്ധു, ഇവർ 3 പേരും വളരെ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും നമ്മളെ കൂടെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളവരാണ്. അവരെ അതുകൊണ്ട് എന്ത് വില കൊടുത്ത് നമ്മളവരെ കൂടെ ചേർത്ത് നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തോടൊപ്പം അവരും വളരണം. അതാണ് എന്റെ ആഗ്രഹം. താങ്കളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ എല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.